ശ്രീദേവി രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഈ എഴുത്തും വായനയും. എന്താ വീണ്ടും ഡിഗ്രി എടുക്കാനുള്ള പ്ലാനുണ്ടോ? ഇത് പഠിത്തമൊന്നുമല്ല, ഗാനരചനയാ. ഗാനരചന. നിന്റെ മോൾക്ക് കോളേജിൽ അവതരിപ്പിക്കാനുള്ള പ്രോഗ്രാമിന്റെ പാട്ട് എഴുതുക എന്റെ മോള്. എന്നാ ഞാനൊന്ന് നോക്ക്. നോക്കാനൊന്നുമില്ല, നല്ല ബെസ്റ്റ് കവിതയാ. നല്ല കവിത വായിക്കാൻ കാഴ്ച വേണ്ട, ഉൾക്കാഴ്ച മതി. ഓക്കേടാ, എന്നാ വന്നിട്ട് കാണാം. ശ്രീബാലയാ, അവള് ഫ്രണ്ട്സായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഗേറ്റ് തുറക്ക്. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ് എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചോണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഭ്രാന്താശുപത്രിന്നോ? എടാ പൊട്ടാ, ഞാൻ ആരാ? ഇത് കണ്ടോ, ഞാൻ ഇവിടുത്തെ പുതിയ വാച്ച്മാൻ ആണ്. ഓഹോ, അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മര്യാദയ്ക്ക് അങ്ങാട്ടാ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും. ആഹാ, എങ്കിൽ ഇയാളുടെ തനി രൂപം ഞങ്ങളൊന്ന് കാണട്ടെ. കുറെ പെണ്ണുങ്ങൾ ഇതേതാടി ഉജാലമുക്കിയ പോലെ ലൈറ്റ്. ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നവരാണ്. ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതെന്തിനാ താൻ അറിയുന്നേ? പൊന്നുമോൻ ഗേറ്റ് തുറക്ക്. നിങ്ങൾ ആരാ, എന്താ, എവിടുന്നൊക്കെ അറിയാണ്ട് എങ്ങനെ ഗേറ്റ് തുറക്ക എന്റെ പൊന്നുമോളെ? എടോ, ഇവള് ഈ തറവാട്ടിലെയാ. ആണോ? പക്ഷെ തറവാട്ടി പറഞ്ഞ കോലൊന്നും കണ്ടാ തോന്നൂല്ലോ. എന്താ അവിടെ ഒരു ബഹളം? മേജർ അങ്കിൾ, ഇത് ഞാനാ, ശ്രീബാല. ഏതോ ബാലക്കാരാന്ന്. പരിപാടി ബുക്ക് ചെയ്താടാ? ആഹാ, ശ്രീബാലയാണോ? കേറി വാ മോളെ. അതിന് ഗേറ്റ് തുറക്കണ്ടേ? അതെന്താ തുറക്കാത്തെ? ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വാടാ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും പുറത്ത് നിർത്തരുത്. നിന്റെയൊക്കെ പണി ഞാൻ തെറിപ്പിക്കും. അയ്യോ വേണ്ട, ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം. പോയി ഗേറ്റ് തുറക്കടാ. ഓ, ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിയെന്നോളെ. ടച്ച് ചെയ്യരുത്, എനിക്ക് കോടതി കയറാൻ വയ്യ. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ട, വേണ്ടേ? അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവും അത്. എവിടുന്ന് കിട്ടിയവന്മാരെ? കുട്ടി ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ. ഒരു കാര്യസ്ഥൻ ആദ്യം തിരിച്ചറിയ തറവാട്ടിലെ ആൾക്കാരെയാ. അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. നിങ്ങൾ ഇവരെ പൊന്നു പോലെ നോക്കണം. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഊറി ഊറി വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തിയായിട്ട പണിയാ? എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തിയായിട്ട പണി, അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ടിന്റെ പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ, വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിയിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ ഞാൻ എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക്, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴത്തുലിട് നടുനെല്ലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ. ഓടിക്കള്ളി. ഇതെന്താടാ പെണ്ണുങ്ങളുടെ ഒരു ബഹളം? മൊത്തത്തിൽ കഴുക്കൂലും വിളിച്ചു വരികയാണോ? ഞാൻ നിന്നോട് കുഴലിൽ
സൂപ്പർ സൂപ്പർ. ആ ഇതൊരു കലക്കും. ഇതോ എന്താടോ ഉറങ്ങിയില്ലേ? അല്ല കാളരാഗം കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നില്ല എന്ന്. കാളനാകോ? ഇവനാരടാ? ഞങ്ങൾ വടിവേലുക്കൾ. നാളെ ശ്രീബാല കോളേജിൽ കയ്യടി വാങ്ങിക്കാൻ പോകുന്ന പാട്ടാ ഇത്. അതെ. ആ കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒരു കഴുതയ്ക്ക് കാര്യം മനസ്സിലായി. ആ കുട്ടി സംഗീതത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. എന്നാലും ചോദിക്കാ, ഇതൊക്കെ കോളേജിലേക്കോ? ഏൽക്കും. അടിച്ചേൽപ്പിക്കണം. വേണ്ടേ? എനിക്കെന്നെ തോന്നണില്ല. വരികൾ കൊള്ളാം, നല്ല കവിത. പക്ഷേ എന്ത് പക്ഷേ? അല്ല, ഈ ക്ലാസിക്കൽ സോങ് അവതരിപ്പിക്കാൻ എന്തിനാ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? അത് വേറൊരു പ്രോഗ്രാമിന്. ആ അതേതായാലും നന്നായി. ഈ ക്ലാസിക്കലിന്റെ കൂടെ കുറച്ച് വെസ്റ്റേൺ കൂടി മിക്സ് ചെയ്താ കോളേജിലെ കുട്ടികളെ കയ്യിലെടുക്കാൻ എളുപ്പാ. ക്ലാസിക്കലിൽ വെസ്റ്റേൺ മിക്സ് ചെയ്യാനോ? അതെ. പിന്നെ ശുദ്ധമായ റം പാൽപായസത്തിൽ പോലും മിക്സ് ചെയ്യാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞാണ്. എന്റെ കയ്യിൽ റമ്മേ ഉള്ളൂ, പാൽപായസം ഇല്ല. വേണ്ട. Krishna, Hare Krishna, Krishna, Gopangana, Manivarna, Krishna. നീ എന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ. ഞാൻ നിന്നോട് കുടലിൽ ഗാനപ്പാൽ കടലായി താനേ വിണലിഞ്ഞതല്ലേ. ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി കൃഷ്ണ. ഗോപി ദീന പയോധര മർദ്ദന ചഞ്ചല കരയുഗശാലി കൃഷ്ണ. നീ ഇന്നെന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ. നിർത്തടാ. ഇതാണ് യഥാർത്ഥ കാളരാഗം. ഇത് സംഗീതത്തെ അപമാനിക്കലാണ്. കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്തവൻ എങ്ങനെയാ കോളേജിന്റെ ട്രെൻഡ് അറിയുന്നത്? കാര്യസ്ഥൻ സംഗീതത്തിൽ ഇടപെടണ്ട. ഇയാളെ പോയട്ടെ. ഇതാ സത്താർ അല്ല ഗിറ്റാർ. പ്രോഗ്രാം നന്നാക്കണം. ഓൾ ദി ബെസ്റ്റ്. Thank you. അവന്മാരെവിടെ? ഓ ഇങ്ങ് വന്നേ. ഇവിടെ ഉണ്ട്. നീ ഇവരുടെ കൂടെ കോളേജ് വരെ പോണം. സാധനങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കണം. മറ്റേ കൊന്നിനെ കൂടെ കൂട്ടിക്കോ. ഇവന്മാര് വേണ്ട. വേണം. ഇങ്ങ് വന്നേ. കോളേജിലെ പ്രോഗ്രാമിന് നിനക്ക് കിട്ടുന്ന കയ്യടി ആ തെണ്ടികളിൽ കൂടെ കൂടി ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. നീ ആരാ? ആ പറഞ്ഞ തെണ്ടുകളിൽ ഒരാൾ. ഓ അവളോട് പറഞ്ഞ രഹസ്യം കേൾക്കാൻ നീ എന്തിനാ ചെവി കൊണ്ട് വന്നത്? എല്ലാരും ഇറങ്ങ വേഗം. ഇതാണ് കോളേജ്. ആണോ? സ്കൂളിൽ പോകാത്ത നിനക്ക് കിട്ടിയ ആദ്യത്തെ അവസരമല്ലേ, ശരിക്കും ആസ്വദിച്ചോളൂ. അതെ, 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ നിനക്കും ആസ്വദിക്കാം. ദേ അവൻ ആനന്ദ്. ഇന്ന് ശ്രീബാലയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. നിന്റെ താങ്ക്സ് വാങ്ങി പോക്കറ്റിലിട്ടാ അത് ദൈവത്തിന് നിരക്കാത്ത ഏർപ്പാടായി പോകും. നിന്റെ പ്രോഗ്രാം കൂവി തോൽപ്പിക്കാനുള്ള റിഹേഴ്സൽ കഴിഞ്ഞ് വരുന്നവരാ ഞങ്ങൾ. ആനന്ദ്, കുടുംബ വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ല കോളേജ്. കുത്തെഴുത്തുകാരെ തോൽപ്പിക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ കിഴക്കെടുത്തേരെ പാഴാക്കില്ല. I'll complain to the principal. നീ കംപ്ലൈന്റ് ചെയ്ത പ്രിൻസിപ്പൽ എന്താടി എന്നെ മൂക്കി വിളിച്ചേറ്റു? അയ്യോ, ഓടി. എന്താ അവിടെ? നത്തിങ് സർ. ശ്രീബാലയുടെ പ്രോഗ്രാമിന് ഒരു കൺഗ്രാറ്റ്സ് പറയായിരുന്നു. ഓക്കെ ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ എല്ലാരും ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. ഞാൻ വെരി വെരി സ്ട്രിക്റ്റ് ആണെന്ന് അറിയാമല്ലോ. ശരി, എല്ലാരും പിരിഞ്ഞു പോ. ആ പയ്യൻ കിഴക്കെടുത്ത ശ്രീധരൻ ആളുടെ മോനായിരുന്നല്ലേ? പറഞ്ഞു വരുമ്പോ ഇവന്റെ അനിയനായിട്ട് വരും. അനിയനോ? അതെ, ആ പ്രായത്തിലൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും അവൻ ഈ പ്രോഗ്രാം അലമ്പാക്കുന്നുള്ളത് ഉറപ്പാ. അവനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പ്രോഗ്രാം അലമ്പാകും, അതുറപ്പാ. ചുമ്മാരിടാ, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ആനന്ദും ഗ്യാങ്ങും അതാ പ്രശ്നം. ശ്രീബാല വിഷമിക്കണ്ട, നിങ്ങൾ പ്രോഗ്രാം സെറ്റ് ചെയ്തോളൂ. അയാളുടെ കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? എങ്ങനെയൊന്ന് ചോദിക്കരുത്. ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. ഇത്തിരി ചില്ലറ ചെലവാവും. ആദ്യം 2 ഫുൾ ബോട്ടിൽ റാം. വേണ്ട വേണ്ട, തന്നാലുണ്ടല്ലോ ഒന്നത് ശീലമില്ലാത്ത.
അയ്യോ എന്തായി കാണിച്ചേ? ഇതൊരെണ്ണം പുതിയത് വാങ്ങിച്ചു കൊടുത്തേ. ഈ ബാഗ് ആരുടെ? എന്റെയാ. ഇതിനെന്ത് വില വരും? 100-200 രൂപയാവും. ആ അതൊന്ന് കൊടുത്തേക്കണേ. ഇതിനകത്ത് എന്താ ചോറും പാത്രവും? ഇതിനകത്ത് ചിക്കൻ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ലേശം താടാ. ചുമ്മാ ഇടാ. മണം എത്ര നാളായെന്നറിയോ ചിക്കനും കൂട്ടി വല്ലതും കഴിച്ചിട്ട്. ചാമ്പീസ്. ദാ, ഇത് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ആനന്ദിന്റെ ജീപ്പിന്റെ ബാക്കിൽ വെച്ചേക്കണം. അത് ഞാൻ ഏറ്റു. ഇതെന്താ സാധനം എന്ന് പറ. ബോംബ്. എടാ ഇത് കളി ബോംബാടാ, ഒറിജിനൽ അല്ല. വണ്ടി തന്നെ വീഴും. ഹലോ പോലീസ് സ്റ്റേഷൻ. റൈസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ട്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആനന്ദിന്റെ KLP 6473 ഓപ്പൺ ജീപ്പിൽ ബോംബ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അഭ്യുദയകാംക്ഷി. ഹലോ ഹലോ. എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല. ഇതൊന്നും കാര്യാക്കണ്ട, നിങ്ങളുടെ പ്രോഗ്രാം നടക്കട്ടെ. ഇത് എത്ര പേരുടെ കണ്ണുപിടിക്കുന്നു. എന്നെ ഈ ക്യാമ്പസിൽ നിന്ന് അകറ്റി നിർത്താൻ നീ കണ്ടെത്തിയ മാർഗം കൊള്ളാം. ബോംബ്. ഒരു വ്യാജ ബോംബിന്റെ പേരിൽ ഞങ്ങളങ്ങ് കാലാകാലം അകത്ത് കിടക്കുന്നിരിക്കും. ഏയ്, 1-2 മണിക്കൂർ നേരത്തേക്ക് മക്കളെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുണ്ട്. അതിന് ഈ പാവം ക്രാവിന്റെ മെക്കെട്ട് കയറേണ്ട കാര്യമുണ്ടോ? പണി തന്നത് ഞാന്. അത് നമുക്ക് വലിയ പറഞ്ഞു നിർത്താ പോരെ? രണ്ടൂന്ന് ഗ്ലാസിങ് എടുത്ത് നമുക്ക് ഓരോന്ന് വിട്ടിട്ട് പ്രശ്നം കോംപ്ലിമെന്റ്സ് ആക്കാം. വണ്ടിയിൽ അച്ചാറുണ്ടോ? അച്ഛനോ? അച്ഛനല്ലെന്ന്, അച്ചാറുണ്ടോ അളിയാന്ന് തൊട്ട് നിൽക്ക്. ഈ കുട്ടിയല്ലേ നിങ്ങൾക്ക് ആവശ്യം? വാ. ഇന്ന് നിന്റെ അടിയന്തരവും പുലവിളി എല്ലാം ഒരുമിച്ച് തന്നെ നടക്കും. പിടിക്കാൻ പറഞ്ഞിട്ടല്ലേടാ പിടിച്ചത്. ഇവിടെ നിൽക്ക്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ വന്ന് വിളിക്കാം. അപ്പൊ വാല് തുറന്നാ മതി. ഉറ്റിട്ടോ. എന്താ അനിയതൊക്കെ? കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ, അതും അയൽക്കാരിയായ ഒരു പെങ്കൊച്ചിനെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ലേ? എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നീ ആരടാ? ഏട്ടൻ. ചവിട്ടി കൊല്ലടാ ഈ വലിയേട്ടനെ. അനിയൻ അവിടെ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു അനിയനോട് മാറിക്കാൻ.
മേടിച്ചിട്ട് എവിടെയാണ് നിന്റെ ഫോൺ? എന്താണ് നിന്റെ അച്ഛന്റെ നമ്പർ? 98460. 98460. ഹലോ, ഹലോ. ആനന്ദിന്റെ അച്ഛനല്ലേ? അതെ. മകൻ ഒരു വളർത്തുദോഷം കാണിച്ചു. അതിനുള്ള ശിക്ഷ കൊടുത്ത് അവൻ പഠിക്കുന്ന കോളേജിലെ ക്ലാസ് റൂമിൽ കിടത്തിയിട്ടുണ്ട്. വന്ന് കൂട്ടിക്കൊണ്ടുപോയി നേരാവണ്ണം ഉപദേശിച്ചാൽ കിഴക്കേടത്ത ശ്രീധരന്റെ സൽപ്പേര് ഇനി നിലനിർത്താം. നീ ആരടാ? എന്തിരുന്നു തെറ്റ് ചെയ്ത അനിയന് ഒരേട്ടൻ എന്ന ശിക്ഷയായിട്ട് കരുതിയാൽ മതി. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ട വിവരം പുറത്തു പറഞ്ഞാൽ എനിക്ക് നിന്നെ വീണ്ടും തൊടേണ്ടി വരും. അതൊരു തൊടലായിരിക്കും എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ആരാ? എന്തിര്? എന്തിനാ മുളകി കരയണേ? പ്രോഗ്രാമിന് എന്തെങ്കിലും? അതല്ല. പ്രോഗ്രാം ഗംഭീരായിരുന്നു. പിന്നെ എന്തിനാണോ ഇവള് കരയുന്നേ? അത് പിന്നെ പറയടാ, എന്താ ഉണ്ടായേ? അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ശ്രീബാലയുടെ മെക്കിട്ടുകാരൻ വന്നതിന് നിങ്ങൾ എന്തിനാ ഇവന്റെ മെക്കിട്ടുകാരുന്നത്? അതൊരു നിസ്സാര കാര്യം. എനിക്ക് നിസ്സാര കാര്യമല്ല. കിഴക്കെടുത്ത് ആനന്ദും കൂട്ടും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ നിൽക്കുന്ന ഉണ്ണി എന്നെ രക്ഷിച്ചത്. അയ്യോ, ഞാനല്ല രക്ഷിച്ചത്. പിന്നാരാ? കിഴക്കേടത്തെ ശ്രീധരൻ, ആനന്ദിന്റെ അച്ഛൻ. ശ്രീധരനോ? അതേന്ന്. ആനന്ദിനെ കൂട്ടിക്കൊണ്ടുപോകാനോ അങ്ങനെ എന്തിനോ കോളേജിൽ വന്നാണ് അദ്ദേഹം. ആ സമയത്താണ് ആനന്ദ് ഈ കുട്ടി സംഘം ചേർത്ത് ആക്രമിക്കുന്നുണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. അതപ്പോ ആനന്ദിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാറി മാറി അടിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ ജാനുബാഹുവായ മനുഷ്യന്റെ മുന്നിൽ ആനന്ദിന് സുഹൃത്തുക്കൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിക്കളഞ്ഞു. എന്നിട്ട് ആനന്ദിനോട് ഒരു ചോദ്യം. എന്റെ നിന്റെ കൺമുമ്പിൽ കടന്നു പറഞ്ഞ പെഗുച്ചിനെ ദ്രോഹിക്കാതിരിക്കാൻ എങ്ങനെ ധൈര്യം വന്നടാന്ന്, മനസ്സ് വന്നടാന്ന്. ഓ, കേട്ടപ്പോ എന്റെ ഒരു രോമകട് എഴുതിട്ട് കോരിത്തരിച്ചു പോയി. എന്റെ രോമ എഴുന്നേക്കുന്ന കോരിത്തരിക്കുന്ന നിന്നോട് ചോദിച്ചിട്ടാണോ? അല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല. അതെങ്ങനെ കാണും? ആ സമയത്ത് ഞാൻ ശ്രീബാല ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നില്ലേ? അത് കണ്ടോ? എന്ത്? മകനെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. ഈ നാട്ടിൽ ഇങ്ങനെയാണോ വലിച്ചഴക്കുന്നത്? ആ നോട്ടം കണ്ടോ? അതിൽ കുറ്റബോധമില്ലേ? എന്തിന്? അവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ പുത്തെഴുത്തുകാർ കടപ്പെട്ടിരിക്കുന്നത് കിഴക്കെടുത്ത ശ്രീധരനോടാ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? എടാ, ശ്രീബാലെ രക്ഷിച്ചത് നീയല്ലേ? നിനക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് കാർഡ് എന്തിനാ നീ ശ്രീധരൻ എടുത്തോണ്ട് പോയി കൊടുത്തത്? ഹലോ, അതാണ് എന്റെ കളി. രാമല്ലേ? ഇന്ന് അർദ്ധരാത്രിയോടെ ഞാൻ കൃഷ്ണന്റെ പഞ്ചലോഹ വിഗ്രഹം പൊക്കിയിരിക്കും. രാത്രിയിൽ തന്നെ ഞാൻ ചാക്കിൽ പൊതിഞ്ഞ് ആളൊഴിഞ്ഞ ബണ്ടിന് സമീപം കുഴിച്ചിടാം. രാവിലെ നീ ബണ്ടിന്റെ അടുത്ത് വന്നാൽ നമുക്കത് ടൗണിലെത്തിക്കാം. ഓക്കെ? വിഗ്രഹം എവിടെ കുഴിച്ചിടാന്നാ പറഞ്ഞത്? ബണ്ടിന്റെ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞത്. ഇവിടെ എവിടെങ്കിലും കാണും. നീ ശരിക്കും തപ്പി നോക്കണം. സാറെ, നമുക്ക് നടത്തം മതിയാക്കി തിരിച്ചു പോയാലോ? വേണ്ട, എടാ, ഇവിടെ എന്തോണ്ടാ? പാമ്പായിരിക്കും അത്. ഈ കൂറ്റാക്കൂറ്റ വെയിലത്ത് അങ്ങോട്ട് പോണോ? പോണം, ആവശ്യമുണ്ട്. സാറേ, സാറിന്റെ വീട്ടിൽ നിന്ന് കയറി പോയെന്ന് കരുതി ഞാനൊരു കള്ളനോ തെമ്മാടിയൊന്നും അല്ല. അതൊക്കെ സാറിന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓ, എന്നിട്ട് താനെങ്ങനെ വീട്ടിൽ കയറി? പോടാ. പാടോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറെന്താ ഈ പാടത്ത് കൃഷി ഇറക്കാത്തെ? വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള ജാലവിദ്യയൊന്നും എനിക്ക് അറിയില്ല. വെള്ളം നിന്റെ മുതലാളിമാര് കെട്ടിയടച്ചേക്കല്ലേ? ഭൂമിക്ക് മുകളിലുള്ള വെള്ളമല്ലേ അവര് കെട്ടിയടച്ചിരിക്കുന്നേ? ഭൂമിക്ക് അടിയിൽ ശ്രമിച്ചൂടെ? ഒരു കുളം കുത്തിയാൽ? എടോ, കുളത്തിന് കിണറിന് ഓരോ സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ പറമ്പിൽ ആ സ്ഥാനമില്ല. ആ സ്ഥാനത്ത് കുത്തിയാൽ കുടുംബത്തിന് ദോഷമാണ്. ശരി, സമ്മതിച്ചു. വാസ്തുശാസ്ത്ര പ്രകാരം ഞാനൊരു സ്ഥാനം കാണിച്ചു തന്നാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്ഥാനം കണ്ടുപിടിക്കുന്നവരാ. സ്ഥാനത്തൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോ മാറിക്കോളും.
ഇന്ന് ഞാനിവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്താവാനാ സാധ്യത. ശുക്ലാംബരധരം ദേവം ജലാം ചസ്മാരാം. ഹായ്. ഹൂ, സ്ഥാനത്ത് കോല് കുത്തി നിന്നു. അമ്മേ, ജലദേവത അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ, ആ ബണ്ടിനിപ്പുറത്ത് ബണ്ടിന്റെ നീളത്തിലും വീതിയിലും ഒരു തോട് ഒഴിച്ചാലോ? അരുതേ അരുതേ, അത് യമകണ്ഠ മൂലയാണ്. ആരുടെ മിണ്ടായിരടോ. സാർ, അങ്ങനെ ഒരു തോട് കീറിയാൽ ബണ്ടിനപ്പുറത്തുള്ള വെള്ളം ഉറവയായിട്ട് ഇപ്പുറത്തെത്തും. ആ വെള്ളം ചാല് കീറി ഇടത്തോട് വഴി ഒഴുക്കണം. വെള്ളം ഒഴുകുന്ന വഴിയാകുമ്പോ വാസ്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധി എന്റേതല്ല, ദാ ശങ്കരനായർ സാറിന്റെ. എടോ, അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടോളൂ. ആ, കിഴക്കെഴുത്ത പാടത്ത് വെള്ളം കിട്ടിയാൽ തോൽക്കുന്നത് പുത്തെഴുത്തക്കാരനവരല്ലേ? എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വയം തോറ്റാലും കിഴക്കേടത്തെ വാര് ജയിച്ചേണ്ട മതിയെന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ മാറോ. സാർ, മറ്റേ സാർ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങടെ. എന്തോ ചീഞ്ഞു നാർന്നില്ലേ സാർ? ആ നാറുന്നുണ്ട്. താൻ രാവിലെ എന്റെ കാറിൽ കയറിയപ്പോ തൊട്ട് സഹിക്കുന്നുണ്ട് ഞാൻ ഈ നാറ്റം. ഓടോ, പോയി തോട് കയറിടോ. തനിക്കെന്താ അവിടെ കാര്യം? വാര്യർ സാറ് വിളിച്ചപ്പോ പോയതാ. എന്തിന്? ആ ബണ്ടിന് സമീപം വാര്യർ സാറ് നീളത്തിലൊരു തോടെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ പറമ്പിൽ തോടെടുക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? അതാണ് സാർ മാന്യത. സാറിന്റെ അനുവാദം കൂടാതെ സ്വന്തം പറമ്പിൽ പോലും ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുന്നത്. രാശിയാണത്രേ, രാശി. എന്താ വലിയ ഞാൻ പറഞ്ഞോട്ടെ സാർ, സാർ സമ്മതിച്ചു എന്ന്. അതെ, പണിക്കാരെ നമുക്ക് പണി തരാൻ പോവാ. കുടിച്ചാൽ ആദ്യം കിട്ടുന്ന കൃഷ്ണവിഗ്രഹായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. രാഘുവാലം കഴിഞ്ഞോട്ടെ. 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുവാലം കഴിയാൻ. അതുവരെ എല്ലാവരും ചായ കുടിച്ചിട്ട് വാ. എടാ മണ്ട, രാഘുവാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എവിടുന്ന് കിട്ടി സാർ ഇവനെ? ആ, നിങ്ങൾ എല്ലാവരും പണി തുടങ്ങിയ? അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, സാറിന്റെ കാര്യസ്ഥ തന്നെ ഉൾക്കാരം ചെയ്യട്ടെ. എടോ, ആ, അങ്ങോട്ട് കൊടുത്തേ. ആ തൂമ്പ് കൊടുത്തേ. ദാ ഇവിടെ കുഴിക്ക്. കുഴിക്കടോ. വേണ്ട വേണ്ട. അങ്ങനെ. എന്താണത്? എന്താണത്? അതെ, കാലിച്ചാക്കി കൊണ്ട ശബ്ദോ. ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, ഇത് തറവാട്ടിലിരുന്ന കൃഷ്ണ വിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല, പാക്കില് വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കരുണാമയനെ കാവൽ വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലിലോ? ആ, ഗ്രാവലി ചെമ്മണ്ണ്. എന്ത് കാര്യസ്ഥന സാർ ഇത്? ഇതേതോ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം ആ, സാർ. പക്ഷെ നമ്മളുടെ കയ്യിൽ തെളിവില്ലല്ലോ. എല്ലാവരോടും നോക്കി നിൽക്കാതെ ഈ വിഗ്രഹം എടുത്ത് ആളുടെ തലയിൽ വെച്ചു കൊടുക്കൂ. അത് കയ്യിന്ന് പോയി. സൂക്ഷിച്ചെടുക്കൂ. തലയിൽ എന്റെ ഇതൊരു പണിയായി പോയി കൃഷ്ണ. പൊക്കോളൂ, അവന്റെ കൂടെ പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വെട്ടു വെട്ടു. ഏത് തെണ്ടി അവർക്ക് തോട് കീറാനുള്ള ബുദ്ധി ഉപദേശിച്ചെന്നാ മനസ്സിലാവാത്തത്. ഇത്രയും കാലം ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞതും കേസ് പറഞ്ഞ് ജയിച്ചതും ഒക്കെ വെറുതെയായി. കേട്ടില്ലേ? കിഴക്കേടത്തുകാർക്ക് ലോണും പാസ്സായിന്ന്. കിഴക്കേടത്തെ ശ്രീധരൻ കൃഷി ഇറക്കിയ പിന്നെ നാട്ടിലിറങ്ങി തലപൊക്കി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തടയണം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീധരന് ഒരു 5-6 മാസം ആശുപത്രി കിടത്താനുള്ള വഴി. എങ്ങനെ? അത് ഏട്ടന് ഞങ്ങൾ ഈ വക്കീലന്മാർക്ക് ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം അറിയാത്തോണ്ടാ.